എന്റെ കാല്. ഇന്നലെ രാത്രി എ സിക്കകത്ത് വിഷവാതകം കടത്തിവിട്ടത് വേറെ ആരുമല്ല, അമ്മയുടെ മോൻ തന്നെയാ. എല്ലാത്തിനും ഇവളും സാക്ഷിയായിരുന്നു. അമ്മയെ ഒഴിവാക്കിയിട്ട് ഇവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്റെ ജീവൻ രക്ഷിക്കാനല്ല, ജീവൻ എടുക്കാനാ. നിങ്ങൾക്ക് കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം ആ മാർക്കോയെ അവന്റെ കൂട്ടുകാരനെ നശിപ്പിക്കണം. അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശത്രുക്കളെയൊന്നും തൊടാൻ പോലും പറ്റില്ല. ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് വലിയ നിമിത്തങ്ങൾക്ക് വേണ്ടിയാ. 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മഹാലക്ഷ്മി എന്ന പെൺകുട്ടി അച്ഛനെ എന്നെ ലോറി ഇടിപ്പിച്ച് തെറിപ്പിക്കുന്നതിന് സാക്ഷിയായത് അവൾ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ദൈവങ്ങൾ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാ. അന്ന് എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ അയ്യപ്പ വിഗ്രഹം എനിക്ക് തന്നത് സിദ്ധയായ ഒരു അമ്മയാ. ആ വിഗ്രഹം കൃത്യമായിട്ട് മഹിയുടെ കയ്യിലെത്തി. അന്ന് അവളുടെ രണ്ടാനച്ഛൻ ഇടിച്ചു തെറിപ്പിച്ച ആ അച്ഛനും മകനും എന്ത് സംഭവിച്ചെന്നറിയാൻ മറ്റാരേക്കാൾ ആകാംക്ഷയായിരുന്നു അവൾക്ക്. ആക്സിഡന്റ് പറ്റി ചോരെ കുളിച്ചടക്കുന്ന ഞങ്ങളെ കണ്ടിട്ട് അച്ഛൻ അവരെ രക്ഷിക്കുമെന്ന് ആ 5 വയസ്സുകാരി നിലവിളിച്ചതാ. അതും പ്രതാപം കേട്ടില്ല. അതിന്റെ കാരണം അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കൊലപാതകമാണെന്ന് മഹിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ഒരു സിനിമാ കഥ പോലെയാ ഞാൻ കേട്ടിരിക്കുന്നത്. അമ്മയുടെ മോനിപ്പോ തല്ലുകൊണ്ട് കാലൊടിഞ്ഞാ വന്നത്. എന്നിട്ടും അമ്മയ്ക്കൊരു വേദനയില്ലേ? വേദനയുണ്ട് മോനെ. അവന്റെ കാലൊടിഞ്ഞതിലല്ല, അവന്റെ സ്വഭാവം മാറാത്തതില്. ശരിക്കും പറഞ്ഞ ഉണ്ണി മേഘനൊക്കെ എനിക്ക് ശത്രുക്കളായപ്പോ സ്വന്തം അനിയന്മാരായിട്ടാ മാർക്കോയിൽ ഓപ്പോസ് അവതരിച്ചത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെയാ തോമസ് സാർ എനിക്ക്. മഹിക്കും അങ്ങനെ തന്നെയാ. വരുന്നുണ്ട് സാത്താന്റെ സന്തതി. നിക്കടി അവിടെ. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മുത്തശ്ശിയെ കാണാനായിരിക്കും. അതെ, ആ കിളവിയെ കാണുന്നതിന് മുമ്പേ നീ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോയാ മതി. ഈ വീട്ടിനകത്ത് കണ്ണന്റെ മുറിയിൽ കയറി AC-യിൽ വിഷം നിറയ്ക്കാൻ ഗുണ്ടകൾ വരുമ്പോഴേ നീ ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നിന്റെ അറിവോടെയല്ലേ ഇതൊക്കെ നടന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിനക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നോന്ന്? ഉണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയി പറ നിന്റെ എല്ലാമായ മുത്തശ്ശിയോട് നിന്നെ ഞാൻ ഇവിടുന്ന് തല്ലി ഇറക്കിയെന്ന്. ഇതിന്റെ പേരിൽ നീ തിരികെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ അച്ഛന്റെ പാത തന്നെ നീയും പിന്തുടരുമോ അല്ലേ? ഞാനൊന്നിനും ഉത്തരവാദിയല്ല. എന്റെ ഭർത്താവാ ഉണ്ണിയേട്ടൻ. അയാളുടെ കൃപ കൊണ്ടാ ഞാനിവിടെ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങേര് പറയുന്ന എനിക്ക് കേട്ടേ പറ്റൂ. ആരാ പറഞ്ഞത് അവന്റെ കൃപ കൊണ്ടാ നീ ഇവിടെ കഴിയുന്നെന്ന്? ദേ, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൃപ കൊണ്ടാ ഇവിടെ എല്ലാവരും കഴിയുന്നത്. അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആര് ചെയ്താലും അവരെ ഒന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നീ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും കൊലയാളിയെ പോലെ നടക്കുന്ന ഉണ്ണിയെ കൂടി. അവനിപ്പോ കാലൊടിഞ്ഞു കിടക്കല്ലേ? അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഇവളുടെ ചേച്ചിയെ പോലെ അല്ല ഇവള്. ഒരിക്കലും ഇവക്ക് മഹി ആവാനും കഴിയില്ല. ഞാൻ പോകുന്നു. പോയിട്ടെ സ്ഥിരമായിട്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് അത്രയും നല്ലത്. നിന്റെ മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് നീ ഉണ്ണിയുടെ മനസ്സിളക്കുന്നുണ്ടെന്ന് എനിക്കറിയാടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാള് ചെയ്തതിനൊക്കെ മൗനമായിട്ട് കൂട്ടുനിന്നു.
അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ ശൗര്യം കണ്ടില്ലേ? ഭർത്താവിനെ നോക്കേണ്ട സമയത്ത് അവൾ ആ റിസ്ക് ഏറ്റെടുക്കാതെ പോയതാ. പോട്ടെ മോനെ പോട്ടെ, വീട്ടില് വാഴാത്തവരൊക്കെ പോട്ടെ. ഞാനൊരു 1000 തവണ പറഞ്ഞതാ പ്രതാപന്റെ മോളെ തിരിച്ചു വിളിച്ചോണ്ട് വരല്ലേന്ന്. എന്നിട്ട് ഉണ്ണി കേട്ടില്ല. അവൻ കേക്കില്ലമ്മേ. അവൻ എത്ര വയസ്സുള്ളപ്പോഴും അച്ഛൻ മരിച്ചെന്ന് അമ്മയ്ക്ക് അറിയാലോ. അച്ഛന്റെ മരണം പോലും ഇപ്പൊ അവന് ഓർമ്മ കാണില്ല. പിന്നീട് ഓർമ്മയായപ്പോ മുതല് സ്വത്തിനെയും പണത്തിനെയും മോഹിക്കുന്ന അമ്മാവനെയും, അതുപോലെ തന്നെ അമ്മാവന്റെ ഉപദേശങ്ങൾ കേട്ട് അതേ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെയൊക്കെ സംസാരങ്ങളാ അവൻ കേട്ടത്. അന്നു തൊട്ട് അവന്റെ മനസ്സിൽ ഉറച്ചത് മനുഷ്യ സ്നേഹത്തെക്കാളും വലുത് സമ്പത്താണെന്ന്. അത് ഉള്ളിൽ ഉറച്ച ഒരുത്തന് ഇനി മരണം വരെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛന്റെ മകളെയാ അവന് ഭാര്യയായിട്ട് കിട്ടിയത്. അതുകൊണ്ട് അമ്മയുടെ മാറ്റം 100% സത്യസന്ധമാണെങ്കിൽ അമ്മയുടെ ഇളയ മകനെയും മരുമോളെയും ചൊൽപ്പടിക്ക് നിർത്താന്ന് അമ്മ കരുതണ്ട. അമ്മയുടെ എന്റെയൊക്കെ വാക്കേട്ട് അവർ ജീവിക്കൊന്നും കരുതണ്ട. ഞാനൊരിക്കലും പറഞ്ഞതല്ല മാർക്കോയോട് അവന്റെ കാല് തലയൊടിക്കാൻ. ആ സമയത്ത് ഞാൻ ശ്വാസം കിട്ടാതെ ഐസി കിടന്ന് വിഷമിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഡിസ്ചാർജ് ആയ സമയത്താ അവനെ വീൽ ചെയറിലാക്കിയെന്ന് മാർക്കോ എന്നോട് പറഞ്ഞത്. എടാ, ഇങ്ങനെ ഒരു ശിക്ഷ എന്റെ മോന് കിട്ടിയതിലേ എനിക്കൊരു വിഷമവും ഇല്ല കണ്ണാ. ശരിക്കും വീൽ ചെയറിൽ നടക്കേണ്ടതേ അവനും അവന്റെ അമ്മാവനും പ്രതാപനും ഒക്കെയാ കണ്ണാ. കാലിനും കൈക്കും നാവിനും ഒക്കെ സ്വാധീനം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാ നിന്റെ മഹാലക്ഷ്മിയുടെയും കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മനുഷ്യരെ പോലെ നടക്ക്, ഒന്ന് ജീവിക്ക്. മോനെ, ഒരേ സമയവും സന്തോഷവും സങ്കടവും കൂടി വന്ന ദിവസമായിരുന്നു ഇന്ന്. നിന്റെ അച്ഛന്റെ കൊലയാളി പ്രതാപനാണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നിനക്കൊന്ന് മാറിക്കൂടായിരുന്നോ മോനെ? നീ എന്തിനാടാ വീണ്ടും കണ്ണനെ കൊല്ലാൻ നോക്കിയത്? അയാളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും കഴിഞ്ഞ് അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ഓർത്തപ്പോ എനിക്ക് ഇങ്ങനെ ചെയ്യാനാ തോന്നിയത്. മോനെ, കണ്ണനും മഹാലക്ഷ്മിയും ഒരുപാട് നന്മയും നേർമയും ഉള്ളവരാ. അവരെ ഇനി നശിപ്പിക്കാൻ നടക്കുന്നത് ശരിയല്ല. നിന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേടെന്ന് പറയുന്നതേ നിന്റെ ഭാര്യയാ. അതുകൊണ്ട് ഞാനും അവളുമായിട്ടുള്ള ബന്ധം പിരിയണോ? അവള് കാരണ എനിക്കിപ്പോ നിലനിൽപ്പുള്ളത്. അവളുടെ മുത്തശ്ശി എനിക്ക് സ്വത്തും സ്വർണവും തന്നുകൊണ്ട് അവൾക്ക് പോലും ആ കാര്യമൊന്നും അറിയില്ല. മോനെ, ഈ സ്വത്തിനെ സ്വർണത്തിനേക്കാളും വലുതായിട്ട് മറ്റു പലതും ഉണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞു വരിക. ഓ, എന്നാൽ അത്തരം തിരിച്ചറിവൊന്നും എനിക്കില്ല. അച്ഛനെ കൊന്നതിന്റെ കോമ്പൻസേഷൻ പോലും വേണ്ടാന്ന് വെച്ചിരിക്കല്ലേ അയാളുടെ കൂടെ കൂടിയിട്ട് അമ്മ. എന്തിനാ അത്? നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് കരുണയുടെ മുത്തച്ഛി നിനക്ക് സ്വത്തും സ്വർണവും ഒക്കെ തന്നെന്ന്. പിന്നെ വീണ്ടും നീ എന്തിനാ ഇതൊക്കെ ആഗ്രഹിക്കുന്നേ? അച്ഛനെ നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കെല്ലാം പോയില്ലേ? ഒന്നും പോയില്ല. തരാനുള്ളതൊക്കെ കണ്ണൻ തന്നിരിക്കും. പക്ഷേ നീ നന്നാവണം മോനെ. മോനെ, അവനെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ അവൻ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണോ അമ്മ ഇപ്പൊ ഇങ്ങനെ സ്നേഹം നടിക്കുന്നത്? ഉള്ളിത്തട്ടി അമ്മ അയാളെ സ്നേഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പോ നിന്നെക്കാളും സ്നേഹമാ എനിക്കവനെ. ഞാനിവിടെ വന്നപ്പോ ഞാൻ എങ്ങനെയാണോ അവനെ കണ്ടിരുന്നത് അതിനേക്കാളും എനിക്കിപ്പോ അവനെ ഇഷ്ടമാ. പക്ഷേ എനിക്ക് അയാൾ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ അവസ്ഥയിൽ പോലും ഇനി മരണം വരെയും അയാളും അയാളുടെ ഭാര്യയും എന്റെ ശത്രുക്കൾ തന്നെയാ.
എടാ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമെന്നാ ഞാൻ ചോദിക്കുന്നത്? ഇപ്പൊ നിന്റെ ജീവനെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടി. കണ്ണനോ മഹാലക്ഷ്മിക്കോ അവരുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഇപ്പൊ നിന്റെ കാല് തല്ലി ഒടിച്ചവനെ പിന്നെ നിന്റെ ജീവനോടെ വെച്ചേക്കില്ല. ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും എന്റെ നയം മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാ വീണ്ടും എന്തെങ്കിലും അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കും അയാളെ കൊല്ലാനായിട്ട്. അങ്ങനെയാണെങ്കി നിനക്ക് വിഷം തന്ന് കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും. എങ്കിലെന്നെ കൊല്ല്. എന്നാലും ശരി, എന്റെ രീതികളൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല. എടാ നിന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് നിന്റെ അമ്മാവനാണെന്ന് അറിഞ്ഞപ്പോ അവനും അവന്റെ മോനും ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും കണ്ണ് നിർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ സ്വാതിയുടെ കല്യാണത്തിന് സഹായിക്കില്ലെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കു പറഞ്ഞ അവരുടെ നില ഇപ്പൊ പരിങ്ങലിലായി. അതേപോലെ നിനക്ക് നിന്റെ വരുമാനം നഷ്ടപ്പെടും. അതിനുള്ള സാധ്യതകൾ ഒരുപാടാ. അയാൾ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. എന്നാലും ശരി, എനിക്ക് അയാളോട് സന്ധി ചേരാൻ പറ്റില്ല. പിന്നെ സ്നേഹിക്കുന്നതായിട്ട് നടിക്കാം. എന്നാലും ആത്മാർത്ഥമായിട്ട് അയാളെ അയാളുടെ ഭാര്യയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. സമയദോഷം വരുമ്പോഴേ ഇതല്ല ഇതിനപ്പുറവും ചിന്തിക്കും. ഡേ, കാര്യമായിട്ട് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി നിന്റെ ഇളയ മോക്ക് കൊണ്ടേ കൊടുക്ക്. മൂത്ത മോള് വിശേഷം അറിയിച്ചപ്പോ നീ എന്തൊക്കെ അവക്കുണ്ടാക്കി കൊണ്ടേ കൊടുത്തേ? ഞാനും ഉണ്ടാക്കി തരാം. അമ്മ കൊണ്ടുപോയി കൊടുത്താ മതി. എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. നൂലുകെട്ട് കഴിയുമ്പോ നിന്റെ ലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് കടന്റെ വീട്ടിലേക്ക് പോവൂലേ? അപ്പൊ നീ ഇവിടെ കയറത്തില്ലടി. അല്ലെങ്കിൽ നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാടി. നിന്റെ ഇളയ മോളെ കുറിച്ച് നിനക്ക് യാതൊരു ചിന്തയില്ല. അങ്ങനെ അമ്മ പറയരുത്. ലക്ഷ്മിയെക്കാളും മുന്നേ അമ്മയാവാൻ തയ്യാറെടുത്തത് കരുണയെ. ആ സമയത്ത് അവൾക്ക് വേണ്ടതിനപ്പുറം ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോഴും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഉണ്ണിയോട് വലിയ താല്പര്യമൊന്നുമില്ല. മക്കളെ കെട്ടിച്ചു വിട്ടാലേ, അവരെ സ്നേഹിക്കുന്ന മരുമക്കൾ ഉണ്ടായാലേ അവരുടെ വീട്ടിലോട്ട് പോകാൻ തോന്നൂ. എത്രയാ ചേട്ടാ? 150. മോളുടെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പ് മോളിങ് എത്തിയല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഇത്തവണയും തല്ലും കൊണ്ടാണോ വന്നത്? ഇതെന്താ മോളെ? വരുന്നവരും പോകുന്നവരും എല്ലാം നിന്റെ കാരണത്തടിക്കുവാണോ? എന്റെ കാരണത്തടിച്ചതൊന്നും കുഴപ്പമില്ല. ഏട്ടൻ നടന്നു തുടങ്ങിയപ്പോ അനിയൻ വീൽ ചെയറിലായി. അത് പറയാനാ ഞാൻ വന്നത്. എന്താ പറഞ്ഞേ? കണ്ണൻ നടന്നു തുടങ്ങിയപ്പോ ഉണ്ണിയേട്ടൻ വീൽ ചെയറിലായിന്ന്. ഉണ്ണിക്കുട്ടൻ എന്താ പറ്റിയേ? അവനെങ്ങനെയാ വീൽ ചെയറിലായത്? അതൊക്കെ പറയാം. പക്ഷേ ഒരുത്തൻ നടന്നറിഞ്ഞപ്പോ മുത്തശ്ശിക്കെന്താ ഞെട്ടലില്ലാത്തത്? മുത്തശ്ശി എങ്ങനെയാ ഞെട്ടുന്നത്?
കണ്ണൻ നന്നായി നടക്കുന്നുണ്ടെന്ന് വളരെ നേരത്തെ തന്നെ നിന്റെ മുത്തശ്ശി അച്ഛനും ഒക്കെ അറിഞ്ഞതാ. അത് ശരി. എന്നിട്ട് അതൊക്കെ എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുമായിരുന്നു അല്ലേ? മോളെ, അപ്രിയ സത്യങ്ങൾ പറഞ്ഞു മോളെ വിഷമിപ്പിക്കാൻ പോലും പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ ഞാനും പ്രതാപനും ഒക്കെ. അതുകൊണ്ടാണ് മോളോട് ആ സങ്കടം പറയാതിരുന്നത്. അതൊരു സങ്കടാണോ? ഇടി മോഹിനി, എന്തൊക്കെ പറഞ്ഞാലും ശരി, വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്റെ മോളെ അവന്റെ തലയെ കെട്ടിവെച്ചത്. അവൻ നേരെ ചൊവ്വേ നടക്കുന്ന ഒരുത്തനാണെങ്കിലേ ഒരു കാരണവശാലും അവന് ലക്ഷ്മിയെ കൊടുക്കത്തില്ലായിരുന്നു. അതൊക്കെ ദൈവനിയോഗ. ഓ, കണ്ണന്റെ അച്ഛനൊപ്പം കണ്ണനും ബൈക്കിൽ നിന്ന് തെറിച്ചു വീണത് നേരിൽ കണ്ടവളാ എന്റെ ലക്ഷ്മി മോള്. അന്നേ ദൈവങ്ങൾ തീരുമാനിച്ചതാ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. അയാൾക്കിപ്പം നടക്കാം. ലക്ഷ്മിക്ക് ഇനി ഈ ജീവിതത്തിൽ എന്താ മുത്തശ്ശി വേണ്ടത്? അവൾക്കിപ്പം നടക്കുന്ന ഒരു ഭർത്താവുണ്ട്, കയ്യിലൊരു കുഞ്ഞുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് അവളുടെ പേരില കമലേശ്വരം കമ്പനീസിന്റെ പകുതി സ്വത്തുക്കളും. ഭാഗ്യം എന്ന് പറഞ്ഞ ഒരുത്തേക്ക് ഇങ്ങനെ വരുമോ ഭാഗ്യം? അതൊക്കെ അവിടെ നിക്കട്ടെ മോളെ. ഉണ്ണി എങ്ങനെയാണ് വീൽ ചെയറിലായത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അല്ലേ? എന്താ മോളെ? അയാള് വീണ്ടും അയാളുടെ ഏട്ടനെ കൊല്ലാൻ നോക്കി, AC-യില് വിഷവാതകം നിറച്ചിട്ട്. എന്നിട്ടെന്താ? അയാൾക്കൊന്നും പറ്റിയില്ല. ആ മാർക്കോ ഉണ്ണിയേട്ടന്റെ കാല് തല്ലി ഒടിക്കുകയും ചെയ്തു. ഒരു കാൽ ഒടിഞ്ഞു തൂങ്ങി. അതാ വീൽ ചെയറിലാന്ന് പറഞ്ഞത്. ആ മാർക്കൊന്ന് പറയുന്നവന്റെ തലയിൽ ഇടുത്തി വീഴും. അവന്റെ തലയിൽ എന്തിനാ ഇടുത്തി വീഴുന്നത്? കണ്ണനെന്ന് വെച്ചാ മാർക്കോയ്ക്ക് ജീവനാ. ആ കണ്ണനെ ഉണ്ണി കൊല്ലാൻ നോക്കിയത് കൊണ്ടല്ലേ മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചത്. എന്തിനാ മോളെ ഉണ്ണി വേണ്ടാത്ത പണിക്കൊക്കെ പോയത്? അവന് മര്യാദക്ക് ജീവിച്ചുകൂടെ? അവൻ ഒരിക്കലും അതിന് കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലും അയാള് നടന്നു തുടങ്ങിയ കാര്യം ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അതാണ് നിന്റെ സങ്കടം. അല്ലാതെ നിന്റെ ഭർത്താവിന് നടക്കാൻ പറ്റാത്തതിലല്ല. അയാള് നടന്നിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ കണ്ണൻ നടക്കുന്നത് കണ്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇതാണോടി നീ മാറിയെന്ന് പറഞ്ഞത്? ഇനി കണ്ണനെ ലക്ഷ്മിയൊക്കെ സ്നേഹിക്കാന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. എന്നിട്ട് ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ചെല്ല്, അമ്മ പോയി പറഞ്ഞു കൊടുക്ക അവരോടൊക്കെ കണ്ണൻ നടന്നത് എനിക്ക് സങ്കടായിന്ന്. അപ്പൊ പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് എന്റെ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിക്കാലോ. മോളെ, നീ എന്തിനാ അവിടെ നിക്കാന്നൊക്കെ പറയുന്നേ? കമലേശ്വരത്തുനിന്ന് ഇറങ്ങിയ പിന്നെ നിനക്ക് ഇവിടെ നിന്നൂടെ? ഇവിടെ എങ്ങനെ നിക്കും? ഇതെന്റെ അച്ഛന്റെ മാത്രം വീടല്ലല്ലോ. അമ്മയ്ക്കും പകുതി അവകാശമില്ലേ? അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് നേരവും എന്നെ കുറ്റപ്പെടുത്തലായിരിക്കും. ആ നേരത്ത് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ആലോചിക്കില്ല. അയ്യോ മോളെ, അവിടെ നിക്കേ പറയട്ടെ, അവിടെ നിക്കേ പറയട്ടെ. നീ ഇതങ്ങോട്ട് പോവാ? എല്ലാം അറിയാവുന്ന ഒരാളുണ്ടല്ലോ ജയിലില്. അച്ഛനെ ഞാനൊന്ന് പോയി കാണട്ടെ. അയ്യോ മോളെ, ഞാൻ പറയുന്നേക്ക, പോകല്ലേ, അവിടെ നിക്കേ. എന്താ ഞാനും കൂടെ വരാം, അവിടെ നിക്കേ. അയ്യോ ദാണ്ട പോണ്. എടി മോഹിനി, മോളിങ്ങോട്ട് വരുമ്പോഴെങ്കിലും നിനക്ക് നല്ല 4 വർത്താനം പറഞ്ഞുകൂടെ എന്റെ മോഹിനി? അമ്മേ, അവൾ ഇപ്പോഴും കണ്ണന്റെയും ലക്ഷ്മിയുടെയും അവരുടെ കുഞ്ഞിന്റെയൊക്കെ തകർച്ച ആഗ്രഹിക്കുന്നത്. അതിന്ന് അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. ഉണ്ണിക്കൊപ്പം ചേർന്ന് ദൈവത്തിന് നിരക്കാത്ത പണി അവളെ കാണിച്ച ഇനി കണ്ണനിലെ ലക്ഷ്മി അതൊക്കെ സഹിക്കൂന്ന് അമ്മ കരുതണ്ട. സ്വന്തം ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ കരയണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു അനിയത്തി. എന്നാമ്മേ ഇവിടെ നന്നാവുന്നത്?
അയ്യോ എന്റെ ദൈവമേ, കണ്ണം നടക്കുന്നത് കണ്ട് നെഞ്ചിൽ തീയുമായിട്ടായിരിക്കും എന്റെ കൊച്ചിങ്ങോട്ട് വന്നത്. ഓ, അവനിപ്പോഴും വീൽ ചെയറിലായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനൊരു ആശ്വാസമായേനെ. എന്റെ ദൈവമേ, എന്റെ ഭഗവതി, എനിക്ക് വയ്യേ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യും? അയ്യോ. ദാ. അമ്മ ഇപ്പോ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കൊരു സംശയം. ഇപ്പോ അമ്മ എന്നോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥതയുണ്ടല്ലോ, അത് 100% സത്യസന്ധമാണോ അമ്മേ? ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ വീടിനകത്ത് ഇപ്പോഴുള്ള ആരെയും. അമ്മ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അച്ഛൻ്റെ മരണം അമ്മയെ മാറ്റി, പക്ഷേ എന്റെ അനിയനെ അതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാ പുറത്തുനിന്ന് ആൾക്കാരെ വരുത്തി വിഷവാതകം AC-യിലൂടെ കടത്തിവിട്ടത്, എന്നെ കൊല്ലാൻ നോക്കിയത്. അതില് അമ്മയ്ക്ക് പങ്കില്ലാന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം പോലെ. നമ്മൾ 101% മറ്റുള്ളവരെ വിശ്വസിക്കുകയും എന്നാൽ അവർ ചതിക്കുകയും ചെയ്യുമ്പോൾ അവരോട് തോന്നുന്ന ദേഷ്യത്തെക്കാൾ ഇരട്ടിയാ ഉള്ളിൽ തട്ടിയുള്ള വേദന. ഞാൻ ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞല്ലോ മോനെ. ഒരു സമയത്ത് മോന് തരേണ്ട മരുന്ന് പോലും ഞാൻ മാറ്റി തന്നിട്ടുണ്ട്. മോൻ എഴുന്നേറ്റ് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാ അങ്ങനെ നേടുന്ന ഒന്നും ശാശ്വതമല്ലാന്ന് ഇന്ന് തിരിച്ചറിഞ്ഞ ഒരു അമ്മയാ ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നെ. മോനെ, അങ്ങനെയുള്ള അമ്മയ്ക്ക് നീ നശിച്ചു കാണാൻ ആഗ്രഹമില്ല മോനെ. മഞ്ജു എന്നെ സ്നേഹിച്ചപ്പോ അവൾക്ക് ഞാൻ എല്ലാം കൊടുത്തു. 6 ശമ്പളത്തിലാ കമ്പനിയിൽ അവൾ ജോലി ചെയ്യുന്നേ. ഇനിയും അവൾക്കായി കരുതിയിരിക്കുന്നൊക്കെ അവൾക്ക് തന്നെ കൊടുക്കും. അതുപോലെ കൊടുക്കുമായിരുന്നല്ലോ അമ്മേ എന്റെ അമ്മാവനും കുടുംബത്തിനും, അതുപോലെ തന്നെ ഉണ്ണിക്കും കരുണയ്ക്കും ഒക്കെ.